അഷ്കർ അലി ഉണ്ട് നമുക്കൊപ്പം. അഷ്കർ അലി, അമ്മയുടെ സങ്കടം ന്യായമാണ് കേൾക്കുമ്പോഴും. ആ ടീച്ചർ ഇതുവരെയും മാപ്പ് പറഞ്ഞിട്ടില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണോ അഷ്കർ? അരുൺ, ഇതുവരെയും ആ കുടുംബത്തോട് ആ പ്രധാനാധ്യാപിക അല്ലെങ്കിൽ ആ സ്കൂളിലെ മാനേജർ മാപ്പ് പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. അല്പസമയം മുമ്പ് നമ്മൾ കുടുംബത്തോട് സംസാരിച്ചിരുന്നു. സ്കൂളിലെ മറ്റ് അധ്യാപകരും PTA കമ്മിറ്റി അംഗങ്ങളും PTA ഭാരവാഹികളും ഒക്കെ തന്നെ ഇത്തരത്തിൽ അവർ സംഭവിച്ചത് തെറ്റാണെന്ന് തുറന്ന് സമ്മതിക്കുകയും അവരൊക്കെ തന്നെ കുട്ടിയുടെ വീട്ടിലെത്തി രക്ഷിതാക്കളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇതുവരെ പ്രധാനാധ്യാപികയുടെ ഭാഗത്തു നിന്നും ആ കുട്ടിയുടെ രക്ഷിതാവിനോടോ ഇത്തരത്തിൽ വിളിച്ചൊരു ഖേദം പ്രകടിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ കുടുംബം ഇത്തരത്തിൽ കർശനമായ ഒരു നിയമ നടപടികളിലേക്ക് പോകാനും കൂടി ഇപ്പോൾ ഈ ഘട്ടത്തിൽ തീരുമാനിച്ചിരിക്കുന്നു. അവർ തേഞ്ഞിപ്പാലം പോലീസിനും വിദ്യാഭ്യാസ മന്ത്രിക്കും ബാലാവകാശ കമ്മീഷനും ഒക്കെ തന്നെ പരാതി നൽകിയിട്ടുണ്ട്. ഇത്രയും ദിവസം സമയം നൽകിയിട്ട് പോലും ഖേദം പ്രകടിപ്പിക്കാത്ത പ്രധാനാധ്യാപികയോട് ഇനിയൊരു വിട്ടുവീഴ്ചയ്ക്കില്ല. മാത്രമല്ല ആ കുട്ടിയെ തന്നെ ഇനി ആ സ്കൂളിലേക്ക് അയക്കുന്നില്ല എന്നുള്ളതാണ് രക്ഷിതാവ് പറഞ്ഞതിന് കാരണം. രക്ഷിതാവ് പറയുന്നത് നിന്റെ അമ്മ പൈസ അടയ്ക്കാത്തത് കൊണ്ട് നിന്നെ സ്കൂളിലെ ബസ്സിൽ പോലും കയറ്റില്ലെന്നില്ലല്ലോ എന്ന് മറ്റു കുട്ടികളുടെ പരിഹാസം തന്റെ മകൻക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നു. അതുകൊണ്ട് ആ കുട്ടി ഇനി എങ്ങനെയാണ് താൻ ആ സ്കൂളിലേക്ക് അയക്കുക എന്നാണ് രക്ഷിതാവ് ചോദിക്കുന്നത്. അതുകൊണ്ട് ആ കുട്ടി ഇനി ആ സ്കൂളിലേക്ക് തന്നെ പറഞ്ഞയക്കുന്നില്ല. അവിടെ നിന്ന് TC വാങ്ങാൻ ആ തീരുമാനത്തിലേക്ക് രക്ഷിതാവ് എത്തുകയും ചെയ്യുന്നു. ആ സംഭവം ഉണ്ടായ തിങ്കളാഴ്ച ദിവസം ആ സംഭവം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ ആ അമ്മ സ്കൂളിലെ ക്ലാസ് ഗ്രൂപ്പിലും സ്കൂളിലെ മൊത്തത്തിലുള്ള ഗ്രൂപ്പിലും 2 ഗ്രൂപ്പുകളിലും അയച്ച ഓഡിയോ സന്ദേശമാണ് നമ്മളിപ്പോൾ കേൾപ്പിച്ചത്. ആ ഓഡിയോ സന്ദേശത്തിന് പിന്നാലെ തന്നെ സ്കൂൾ അധികൃതർ ചെയ്ത നടപടി എന്ന് പറയുന്നത് സ്കൂളിൻ്റെ ഗ്രൂപ്പ് അഡ്മിൻ ഓൺലി ആക്കി എന്നാണ്. അതല്ലാതെ ഈ ഓഡിയോയ്ക്ക് ഒരു മറുപടി നൽകാനോ അതിലൊരു ഖേദം പ്രകടിപ്പിക്കാനോ ഒന്നും ചെയ്യാതെ അത് അഡ്മിൻ ഓൺലി ആക്കുന്ന ഒരു നിലപാടാണ് സ്കൂൾ അധികൃതർ സ്വീകരിച്ചത്. അതുകൊണ്ടാണ് അങ്ങേയറ്റം വേദനയോടെ ഞാനൊരു അമ്മയാണ് അതിൻ്റെ വിഷമവും സങ്കടമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കണ്ണീരോടുകൂടി തന്നെ അമ്മ പറയുന്ന വാക്കുകൾ നമ്മളിപ്പോൾ കേട്ടത്. അഷ്കർ, അതിനകത്ത് വളരെ ക്രൂരമായ കാര്യമാണ്. കാര്യം മാത്രമല്ല ഈ പ്രധാനാധ്യാപിക അവിടുത്തെ മാനേജ്മെന്റിന്റെ ഭാഗം കൂടിയാണ് അല്ലേ? പ്രധാനാധ്യാപികയുടെ ഭർത്താവാണ് സ്കൂളിലെ മാനേജർ. അവർ കുടുംബപരമായുള്ള ഒരു സമ്പാദ്യം കൂടിയാണ് അവരെ എയ്ഡഡ് സ്കൂൾ ഈ മലപ്പുറം ചേലേമ്പ്രയിലുള്ള ചേലേമ്പ്ര LPS സ്കൂൾ എന്ന് പറയുന്നത്. അവരുടെ ഭർത്താവും ഈ പരാതിയുമായി അവിടെ സ്കൂളിൽ എത്തിയപ്പോൾ ഈ ഭർത്താവ് തന്നെ പ്രധാനാധ്യാപികയോട് ഈ രക്ഷിതാവിൻ്റെ കുട്ടിയുടെ മുന്നിൽ വെച്ച് പറഞ്ഞത് ഇങ്ങനെയുള്ള കുട്ടികളൊന്നും ഇവിടെ പഠിക്കേണ്ടതില്ല, അവരൊക്കെ TC കൊടുത്ത് പറഞ്ഞു വിടുകയാണ് വേണ്ടത് എന്ന ഒരു പ്രതികരണമാണ് ഈ മാനേജർ നടത്തിയത്. അവരെങ്കിലും പ്രശ്നം പരിഹരിക്കേണ്ടതിന് പകരം അവർ പോലും ഈ ഇത്രയേറെ സങ്കടത്തോടെ വന്ന അതിനുശേഷം ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെ തന്നെ പലയിടങ്ങളിൽ നിന്നായി പണം സ്വരൂപിച്ച് ആ 1000 രൂപ കുടുംബം അടയ്ക്കുന്നുണ്ട്, ആ ഫീസ് അടയ്ക്കുന്നുണ്ട്. അതിനുശേഷം അവിടെ എത്തുന്ന ഈ രക്ഷിതാവിനോട് പോലും മാനേജർ TC കൊടുത്ത് വിടുകയാണ് വേണ്ടത് എന്ന് പറയുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. അവരെ അവിടെ വെച്ച് പോലും അപമാനിക്കുന്ന രീതി, തങ്ങൾക്കൊരു തെറ്റ് സംഭവിച്ചാൽ അതിൽ ഖേദം പ്രകടിപ്പിച്ച് തിരുത്തേണ്ടതിന് പകരം ആ 5 വയസ്സ് മാത്രം പ്രായമുള്ള UKGയിൽ മാത്രം പഠിക്കുന്ന വിദ്യാർത്ഥിയോട് ഒരു അനുകമ്പ കാണിക്കേണ്ടതിന് പകരം വീണ്ടും ആ കുട്ടിയെയും രക്ഷിതാവിനെയും അപമാനിക്കുന്ന അവരുടെ മോശമായി പെരുമാറുന്ന രീതിയിലാണ് സ്കൂൾ മാനേജർ പ്രതികരിച്ചത്. അതുകൊണ്ടാണ് ഇത്ര വേദനയോടുകൂടി തന്നെ അവർ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയതും. അവരുടെ ഓരോ വാക്കുകളിലും ശ്രീജ ടീച്ചർ ഒരു ദിവസമെങ്കിലും തലേന്ന് ഞങ്ങളോട് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളൊരു വണ്ടി ഏർപ്പാടാക്കി എൻ്റെ കുട്ടി ഞാൻ സ്കൂളിലേക്ക് എത്തിക്കുമായിരുന്നു, എൻ്റെ കുട്ടി ഇത്തരത്തിൽ നാണം കെടേണ്ടി വരില്ലായിരുന്നു എന്ന് ഒരമ്മ അവരുടെ ഹൃദയം പൊട്ടി വേദനിച്ച് സംസാരിക്കുമ്പോൾ അത് അങ്ങേയറ്റം ഈ നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ പോലും അപമാനിക്കുന്നതാണെന്ന് പറയേണ്ടി വരും. അങ്ങനെ ഒരു സംഭവം ഒരിക്കലും നടക്കാൻ തന്നെ പാടില്ലായിരുന്നു. അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും അതിലൊരു തിരുത്തൽ പോലും ഇല്ലാതെ ആ വിദ്യാർത്ഥി പഠനം അവസാനിപ്പിച്ച് TC വാങ്ങാൻ പെട്ടെന്ന് തിരുത്തുകയായിരുന്നു. ആ ടീച്ചറിനും നല്ലത്, ആ സ്കൂളിനും നല്ലത്. ഇതിപ്പോൾ കാര്യങ്ങൾ 10 പേർ അറിയുകയും ചെയ്തു. വളരെ മോശമാണ്. ഇന്നിപ്പോൾ പുറത്തു വന്ന ശബ്ദരേഖയിൽ തന്നെ അമ്മയുടെ സങ്കടം പ്രതിഫലിക്കുന്നുണ്ട്. നമ്മുടെയൊക്കെ സങ്കടം ആ കുഞ്ഞിനെ ഉണ്ടാക്കിയിരിക്കുന്ന ആഘാതം എത്രയായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കുട്ടിയെ അവിടെ നിന്ന് മാറ്റാൻ പോകുന്നു ഈ പേരൻസ് എന്നാണ്, അവിടെ പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്.